VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയതിനെ സ്വാഗതം ചെയ്ത CPM. അംഗീകാരത്തിൽ കുടുംബത്തിനൊപ്പം പാർട്ടിക്കും സന്തോഷമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. VSന് ഇന്നലെ മരണാനന്തര ബഹുമതിയായിട്ട് പത്മ പുരസ്കാരം കിട്ടിയിരുന്നല്ലോ. നമുക്കറിയാം പാർട്ടിയുടെ ഒരു പിൻകാല ചരിത്രം നോക്കുമ്പോൾ EMS ആയാലും ബുദ്ധദേവ് ഭട്ടാചാര്യ ആയാലും ഒക്കെ നിരസിച്ച ഒരു പുരസ്കാരമാണ്. ഇപ്പോൾ കുടുംബം ഇപ്പോൾ അതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്, സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. പാർട്ടിയുടെ ഒരു നിലപാട് എങ്ങനെയാണ്? അല്ല, ഇതിലിപ്പോൾ മുമ്പ് പാർട്ടി നേതാക്കന്മാർ ഓരോരുത്തരും അവരുടേതായ നിലപാടനുസരിച്ചിട്ടാണ് കാര്യം കൈകാര്യം ചെയ്തത്. ഇതിപ്പോൾ VS ഇല്ല, VSൻ്റെ കുടുംബം അതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം സന്തോഷമാണ്. പാർട്ടിയും സ്വാഗതം ചെയ്യണം. മാർഷൽ വി സെബാസ്റ്റ്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി. മാർഷൽ, ഗുഡ് മോർണിംഗ്. ഇത്തരത്തിലൊരു നിലപാട് ഇത് പാർട്ടിയുടെ നിലപാടായി കാണണോ അതോ ഒരു വ്യക്തിയുടെ നിലപാടായി കാണണോ? കാരണം മുൻകാല ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ ഇന്ദുലേഖ രേണു ചോദിക്കുന്ന ആ ചോദ്യം പ്രസക്തമാണ്. മുൻപൊക്കെ പുരസ്കാരം നിഷേധിച്ചിരുന്നു നേതാക്കൾ. അപ്പോൾ ഇതിനെ ഈ ഘട്ടത്തിൽ പാർട്ടി സ്വീകരിക്കുന്നു എന്ന് കണ്ടാൽ നിലപാടിലുള്ള മാറ്റമാണോ അത്? മോത്തി, വെരി വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഇന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് VSന് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചതിനെ പാർട്ടി സ്വീകരിക്കുന്നുവെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏറെ പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിരുന്നു. കാരണം CPMൻ്റെ ചരിത്രത്തിൽ തന്നെ EMS മുതൽ ഉള്ള നേതാക്കൾക്ക് ഇത്തരം രാജ്യത്തിൻ്റെ ബഹുമതികൾ കിട്ടുമ്പോൾ അവയെല്ലാം ഓരോരോ കാരണങ്ങളാൽ അവർ തന്നെ അത് നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണമായി ഓരോ കാലഘട്ടത്തിലെയും ഭരണകൂടങ്ങൾ നടത്തിയിട്ടുള്ള ജനദ്രോഹപരമായ നിലപാട് അല്ലെങ്കിൽ ആശയപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിക്കാൻ കഴിയാത്തിട്ടുള്ള നിലപാടുകളെല്ലാം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നേതാക്കളെല്ലാവരും തന്നെ ഈ പുരസ്കാരങ്ങൾ, പുരസ്കാരങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ മരണാനന്തര ബഹുമതിയായി സഖാവ് VS അച്യുതാനന്ദന് ഈ പുരസ്കാരം കിട്ടുമ്പോൾ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം വളരെ കൗതുകത്തോടുകൂടി നോക്കിയിരുന്നത്. കാരണം ഇന്നലെ VS അച്യുതാനന്ദന് ഈ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ പാർട്ടിയും നിലപാട് മാറ്റിയിട്ടുള്ളത്. മരണാനന്തരമായി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു പുരസ്കാരത്തിൽ അദ്ദേഹം ആടുന്നല്ലോ ഒരു നിലപാട് സാധാരണഗതിയിൽ പറയേണ്ടത്. അത് അദ്ദേഹമില്ലാത്തത് കൊണ്ട് തന്നെ ആ കുടുംബം അത് സ്വീകരിക്കുമ്പോൾ അതിനെ എതിർക്കേണ്ടതില്ല എന്നുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണ് CPM സംസ്ഥാന ഘടകം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ വിവാദം അവസാനിപ്പിക്കാനും ഇത് ഇടയാക്കുമെന്നായിരിക്കാം ഒരുപക്ഷെ പാർട്ടി കരുതുന്നത്. കാരണം നിരവധി പാർട്ടി സഖാക്കളും അതോടൊപ്പം തന്നെ പാർട്ടി ഹാൻഡിലുകളും ഒക്കെ VS അച്യുതാനന്ദന് ഈ പുരസ്കാരം ലഭിച്ചപ്പോഴുള്ള പ്രതികരണം വരുന്നതിനകത്ത് BJP ഒരു രാഷ്ട്രീയം കളിച്ചു എന്നുള്ള നിലപാടിലാണ് നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ തീരുമാനം അറിയിക്കുന്നു. CPMനും സന്തോഷം, കുടുംബത്തിനും സന്തോഷം. അങ്ങനെ പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച VS അച്യുതാനന്ദൻ പുരസ്കാരം ലഭിച്ചതിൽ വേറൊരു വിവാദത്തിനില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ CPM. ഇതിൽ തുടർ ചർച്ചകൾ വരാൻ സാധ്യതയില്ലേ? രാഷ്ട്രീയപരമായി ഇതിനെ ഒരു പ്രതിരോധം തീർക്കാൻ CPM എത്രത്തോളം തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളും ചിന്തിക്കേണ്ടതില്ലേ? മോത്തി, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് തുടർ വിവാദങ്ങൾ ഉണ്ടാകാതിരിക്കാനും തുടർ ചർച്ചകൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് വളരെ കൃത്യമായിട്ട് കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചല്ലോ. ഓരോ നേതാക്കളുമായിരുന്നു അന്ന് തീരുമാനമെടുത്തത്. ഇന്ന് VS ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ആ തീരുമാനം എങ്ങനെയായിരിക്കുന്നു ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഒരുപക്ഷെ VS ജീവിച്ചിരിക്കുമ്പോഴാണ് പത്മ പുരസ്കാരം എന്നുൾപ്പെടെയുള്ള പദവികൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കർശനമായ നിലപാടുകൾ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ കുടുംബം അത് സ്വീകരിച്ച സാഹചര്യത്തിൽ അതിനോട് ഇനിയും എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതില്ല എന്നുള്ളതും രാഷ്ട്രീയപരമായി അതിനകത്ത് നിശബ്ദത പാലിക്കുക എന്നുള്ളതുമാണ് CPM സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു രീതി എന്നാണ് നമുക്ക് MV ഗോവിന്ദൻ ഇപ്പോൾ നൽകിയിട്ടുള്ള മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല, ഇനിയും അതിൽ സന്തോഷം അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പാർട്ടി സെക്രട്ടറി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റെല്ലാവരും ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഈ വിവാദം അവിടെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും മറ്റു കാലങ്ങളിൽ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഹർഷ് സുജിത്ത് ആയാലും ഏറ്റവും ഒടുവിൽ മാഗ്സസെ അവാർഡ് നിരസിക്കപ്പെടുന്ന ശൈലജ ടീച്ചർ, അദ്ദേഹം അവർക്ക് ആ അവാർഡ് ലഭിക്കുന്ന സമയത്ത് നിരസിക്കുന്നതിന് കാരണം മാഗ്സസെ എന്നയാൾ നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു അത്തരമൊരു സമീപനം അന്ന് CPM സ്വീകരിച്ചത്. എന്നാൽ ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ തന്നെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി നിൽക്കുമ്പോൾ അതിലൊരു വിവാദം വേണ്ട എന്നുള്ള അടവ് നയമാണ് ഒരുപക്ഷെ CPM ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. മോത്തി.